ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏകദേശമൊക്കെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം കേട്ടോ. രാവിലെ തുടങ്ങി ഏകദേശം ഒരു 8 മണി വരെയുള്ള, വൈകുന്നേരം 8 മണി വരെയുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ടും ഇഷ്ടം പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു ദിവസം ഞാൻ എഡിറ്റ് ചെയ്യുന്നതും പോണ നേരത്തെയും ഒക്കെ ഒന്നും ഞാൻ ഇതുവരെയും ഷൂട്ട് ചെയ്തിട്ടിട്ടില്ല. അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം എടുക്കാം കേട്ടോ. ഒത്തിരി നേരത്തെയൊക്കെ പണികൾ കഴിച്ചിട്ട്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് കണ്ടിട്ട് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ ഇൻഡക്ഷനിൽ ഇറക്കി വയ്ക്കാം. ബാക്കി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ആദ്യം തന്നെ വെക്കാൻ കേട്ടോ. അപ്പോൾ അത് വാഴപ്പിണ്ടി തലേദിവസം തന്നെ അരിഞ്ഞും കണ്ടിട്ട് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയുന്നത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റെസിപ്പിയും കൂടി വാഴപ്പിണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അരിയണേൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇന്ന് വാഴപ്പിണ്ടി കൊണ്ടുള്ള അവിയലാണ് വെക്കുന്നത്. അവിയലിനെ പോലെ തന്നെ വെക്കുന്നത് കേട്ടോ. തൈര് ഒഴിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ നൂലൊന്ന് ചുറ്റി കളഞ്ഞു. അധികം നൂലൊന്നും ഉണ്ടാവില്ല ഈ രീതിയിൽ ചെയ്യുമ്പോൾ കേട്ടോ. എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞുതരാം. നാളത്തെ വീഡിയോയിൽ മിക്കവാറും ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ആ കുക്കറിലേക്ക് വാഴപ്പിണ്ടി അരിഞ്ഞതും കുറച്ച് പരിപ്പ് കേട്ടോ. നമ്മൾ ഉപ്പേരി പരിപ്പില്ലേ, കാബേജിലൊക്കെ ഇടുന്നത് പീസ് പരിപ്പ്, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 2-3 വിസിലടുപ്പിച്ചെടുത്താൽ മതി. അത് ഇതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത് ചായ ഒന്നും വെക്കാൻ നിന്നുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ കറി അടുപ്പത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചായ അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ ദോശമാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തട്ടിൽക്കുട്ടി ദോശയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ദോശമാവിൻ്റെ അതേ തന്നെയാണ് എടുത്തത്. പക്ഷേ ഉണ്ടാക്കണതിൻ്റെ ചെറിയൊരു വ്യത്യാസമാണ് അതിന് കൊടുക്കുന്ന ടേസ്റ്റും. അതുപോലെ തന്നെ ഗാർലിക് ചട്നിയും, അതാണ് വ്യത്യാസം കേട്ടോ. സൂപ്പറാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയോളോ. അപ്പോൾ അതാ ഒരു തവി ഒഴിച്ചിട്ട് അധികം അങ്ങനെ പരത്തണ്ട, എന്നാലും ഒന്ന് പരത്തും വേണം. ആ ഒരു രീതിയിൽ ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. മൂടി വെച്ച് വേവിക്കുക ഹോളുകൾ വരുന്നവരെ. ആദ്യം ചൂടോടെ ഒഴിച്ചിട്ട് ഹോളുകൾ വന്നതിന് ശേഷം മാത്രം മൂടി വയ്ക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയാണ്. ഒത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ചായ തിളച്ചു. അപ്പോൾ അതാ ചായ ഇട്ടിട്ട് പഞ്ചസാര കുറച്ച് ചായ എടുത്ത് മാറ്റി പിള്ളേർക്ക് കട്ടൻ ചായ വെച്ചു. അവർക്ക് കട്ടൻ ചായ കൂടുതൽ ഇഷ്ടം കേട്ടോ. അത് കാരണം കൊണ്ട് പിന്നെ അതാ പാലൊഴിച്ചിട്ട് വെക്കാനാണ്. എനിക്ക് പാൽ ചായ രാവിലെ ഒരു 1/2 ഗ്ലാസ് എന്തായാലും കിട്ടുന്നത് നല്ലതാണ്, ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമാണെന്ന് മാത്രമല്ല നമുക്ക് വിശക്കാണ്ടിരിക്കും. അതൊക്കെയാണ് അതിനൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിതാ റബ്ബർ ബാൻഡൊക്കെ ഇതേപോലെ ഒരു ഇതുമ്മ ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ ആ പാലിൻ്റെ കവറുമ്പോൾ ബാക്കിയുള്ളവമ്മ ആ റബ്ബർ ബാൻഡ് ചുറ്റി അത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ തോരനുള്ളത് അടുപ്പത്തിട്ടുണ്ട്. പിന്നെ ചായക്കുള്ളതും വെച്ചിട്ടുണ്ട്. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി ദോശ കഴിക്കാൻ ഓടി വരുന്നവർക്ക് ചട്നിയും കൂടി ആവണ്ടേ. അപ്പോൾ വേഗം തന്നെ കുറച്ചധികം തന്നെ നാളികേരം എടുത്ത് വെച്ചു. നാളികേരം നന്നായിട്ട് വേണം കേട്ടോ. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, നമ്മുടെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളക്, 2-3 കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി കേട്ടോ. ഇത്രയാണ് ഞാൻ ചട്നി അരയ്ക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അരിപ്പായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഓവറായിട്ട് വെള്ളം വേണ്ട നമ്മുടെ ഗാർലിക് ചട്നിക്ക് കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് ഞാൻ വറുത്തിടുന്നുണ്ട്. വറുത്തിട്ടാലാണ് ചട്നിയുടെ ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലും ഒക്കെ ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തു. പിന്നെ ഉപ്പിട്ടുണ്ടായിരുന്നില്ല, ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എന്തെങ്കിലും മുന്നേ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. തട്ടിൽക്കുട്ടി ദോശയും ഗാർലിക് ചട്നിയും എന്തായാലും ഇന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അത് കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ വാഴയിലെല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോയും വരും കേട്ടോ. ചട്നിയുടെയും അടിപൊളി ഷോർട്ട് വീഡിയോ കാരണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും അഭിപ്രായം പറയുന്നത് കേട്ടോ. പിന്നെ എന്തായാലും നമ്മുടെ വാഴപ്പിണ്ടി തോരലേക്കുള്ള നാളികേരമാണ് ഇത് എടുക്കുന്നത്. അതിലും ഇതേപോലെ അത്യാവശ്യം നാളികേരം തന്നെ വേണം. അത് മിക്സിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രീകൂട്ടം കഴിക്കാനായിട്ട് വന്നു കേട്ടോ. കറി ആയിട്ടില്ല. അപ്പോഴേക്കും ദോശയും ഗാർലിക് ചട്നി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ വേഗം കഴിച്ചോളും. പിന്നെ കൊണ്ടുപോകാൻ നേരമാകുമ്പോഴേക്കും ബാക്കി കറി ആയാൽ പോരെ. അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ടാൽ, കുറേ വേണമെന്നില്ല, 1/4 ടീസ്പൂൺ മതി. ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കുക. നാളികേരം പരമാവധി അധികം അരയണ്ട കേട്ടോ. ഏറ്റവും കുറഞ്ഞ് അരിഞ്ഞാൽ മതി. മറ്റുള്ളതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കും വേണം. അത് വാഴപ്പിണ്ടി പരിപ്പ് വെന്തിട്ടുണ്ട്. വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. കുത്തി പൊടിച്ച മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ഇട്ട് കൊടുത്തത്. എന്നിട്ട് വേവിച്ച് വെച്ച പരിപ്പും വാഴപ്പിണ്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പ് തയ്യാറാക്കിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരപ്പിലേക്കുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരപ്പിലേക്കുള്ളത് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വിടർത്തിയിട്ട് അതിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെളിച്ചെണ്ണയൊക്കെ ഇത്തിരി കൂടുതൽ ഒഴിക്കണം. ഇങ്ങനത്തെ നാടൻ റെസിപ്പികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർക്കണം കേട്ടോ.
അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ നാളികേരത്തിൻ്റെ പച്ചമണമൊന്നും മാറാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ തുറന്ന് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ്. കുറേ പ്രാവശ്യമായില്ലേ ഓരോന്നും അടിപൊളിയാണെന്ന് പറയുന്നത്. അപ്പോഴേക്കും ചോറ് വന്നിട്ടുണ്ട്. ഓടിപ്പോയി ചോറ് എടുത്തുകൊണ്ട് വന്ന് അതൊന്ന് ഊറ്റി വെക്കുകയാണ് കേട്ടോ. ആദ്യത്തിനല്ല ശ്രീകുട്ടനെ ചോറ് കൊണ്ടുപോകണം. ആദ്യത്തിന് പിന്നെ ഇത് തന്നെ കൊണ്ടുപോകുള്ള. ചേട്ടനും അത് തന്നെ ഇത് തന്നെയാണ് കൊണ്ടുപോയത് കേട്ടോ. ചോറ് എടുത്തില്ല ആരും. ശ്രീകുട്ടനും എനിക്കാണ് കേട്ടോ ചോറ് നിർബന്ധം. അവർക്ക് ചേട്ടനും ആദിത്യനൊക്കെ പലഹാരത്തിനോടാണ് കൂടുതൽ പ്രിയം. ആദിത്യ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും അത് 3 എണ്ണമാണ് അവൻ്റെ ഒരു കണക്ക്. എന്നാലും ഞാൻ 4 എണ്ണം വെച്ചു. ഏതെങ്കിലും കുട്ടികൾക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അതിൽ കൂടുതൽ അവൻ്റെ ആ പാത്രത്തിൽ കൊള്ളില്ല കേട്ടോ. ഇത് തന്നെ തിക്കുമുട്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് വെച്ചത്. മടക്കിയൊക്കെ വെച്ച് അമർത്തി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ചട്നി ഒരു പാത്രത്തിലാക്കി അതും വെച്ചു. ചട്നി മാത്രമല്ല കേട്ടോ, എന്തുപ്പേരുണ്ടെങ്കിലും അവനത് വയ്ക്കും. ഉപ്പേരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ വാഴപ്പിണ്ടി അവിയലും കൂടി ഒരു പാത്രത്തിലാക്കി അതും കൂടി വെച്ചു. എന്നിട്ടും വൈകുന്നേരം പറഞ്ഞു രസം വെച്ചത് എനിക്ക് തന്നില്ല എന്ന് കേട്ടോ. വൈകുന്നേരം എന്നിട്ട് രസമൊക്കെ ഇന്ന് കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പാത്രം കഴുകൽ അതിനിടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ചോറ് കഞ്ഞിവെള്ളം പുറത്ത് കളയാനായിട്ട് പോയത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു വേസ്റ്റ് പാത്രം അകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറുണ്ട ബാക്കിയുള്ളതൊക്കെ ഇടാനായിട്ട്. നമ്മുടെ പറമ്പ് വൃത്തിയാക്കാൻ അങ്ങോട്ട് എറിയണ പരിപാടി നടക്കില്ലല്ലോ. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ നീക്കി കൊണ്ടുപോയി ഇടൂട്ടാ. പൂച്ചയും കാക്കയും ഒക്കെ കഴിച്ചോളും, കോഴിയൊക്കെ കഴിച്ചോളും. അത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുക്കള വേസ്റ്റൊന്നും ഒക്കെ കൊത്തി തിന്നോളൂ കേട്ടോ. കോഴികളൊക്കെ വന്നിട്ട് അത് കഴിഞ്ഞത് ആ പാത്രം ഒന്ന് തേച്ച് കഴുകി വേഗം എടുത്തു വെച്ചു. അങ്ങനെ പാത്രം കഴുകൽ പരിപാടി എല്ലാം കഴിഞ്ഞു. ദോശ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ദോശ കാസറോളിലേക്ക് എടുത്തു വെച്ചു കേട്ടോ. വൈകുന്നേരം പിള്ളേർ വരുമ്പോൾ വിശന്നിട്ടല്ലേ വരിക. അപ്പം തന്നെ പലഹാരം വേണമെന്നുള്ളവർക്ക് ഇത് കഴിക്കാം, അല്ല ചോറ് മതിച്ചാൽ അത് കഴിക്കാം. ആ ഒരു രീതിക്ക് ഞാൻ എപ്പോഴും വെച്ചിട്ട് പോകും കേട്ടോ. ഞാൻ വരുമ്പോഴേക്കും അവർ വന്നൊക്കെ കുറേ നേരമായിട്ടുണ്ടാവും. ഓരോ വിശപ്പ് എന്താ പറയുക, വിശപ്പ് ഇല്ലാണ്ടായിട്ടുണ്ടാവും ഞാൻ വന്ന് ഉണ്ടാക്കുമ്പോഴേക്കൊക്കെ. അപ്പോൾ അതിൽ മുന്നേ തന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു കണ്ടിട്ട് ഇതൊക്കെ കൂടുതൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഇന്ന് ഞാനൊരു വലിയ കപ്പ് ചായ കുടിച്ചു. അങ്ങനെ അത്രയ്ക്കൊന്നും കുടിക്കാറില്ല, ഒരു 1/2 ഗ്ലാസ്സൊക്കെ കുടിക്കാറുള്ളൂ. ഇന്ന് പക്ഷേ ഇത് കുടിച്ച കാരണം കൊണ്ട് എന്താണെന്നറിയില്ല, ഉച്ചയായിട്ട് തന്നെയാണ് വിശന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 11 മണിയാകുമ്പോഴേക്കും ഓഫീസിൽ ചെല്ലുമ്പോഴേക്കും എനിക്ക് വിശപ്പ് തുടങ്ങും. അവിടെ രാവിലെ അങ്ങനെ ചായയൊന്നും ഇല്ല കേട്ടോ. ഉച്ച തിരിഞ്ഞാണ് ചായയും എന്തെങ്കിലും സ്നാക്കൊക്കെ കിട്ടുള്ള. രാവിലെ അങ്ങനെ ചായയൊന്നും കിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ നടന്ന് പോവാണ്. വെട്ടുകട സെൻറ്ററിൽ ചെന്നിട്ട് പിന്നെ ബസ് കയറി പോവും. പിന്നെ ഓഫീസിലെത്തി ബില്ലടിക്കാണ് കേട്ടോ. ഇന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും ഇന്ന് ബില്ലടിക്കേണ്ടി വന്നു. വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, അതൊന്നുമില്ല. അത് കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ബില്ലടിക്കും. അക്കൗണ്ട്സ് ഇങ്ങനെ വൈകുന്നേരം വരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് കാരണം കൊണ്ട് എല്ലാ പണികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെയാണ്. ഇന്നിത്തിരി ഗൗരവത്തിലാണല്ലേ ഞാൻ ബില്ലടിക്കാതിരിക്കണത്. അപ്പം ഞാൻ ബില്ലടിക്കണതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോയിലേക്ക് നോക്കിയിട്ട് ഹായും പറയാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഹായൊക്കെ പറഞ്ഞിട്ടായിരുന്നു, അത് കട്ടായി പോയി പോകും. പിന്നെ ഞാൻ ബസ്സിൽ കയറി തിരിച്ചു പോയതാണ് കേട്ടോ. നമുക്ക് തൃശ്ശൂരാണത്. അത് കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പോൾ പൂച്ചക്കുട്ടന്മാരെ എൻ്റെ കൂടെ അകത്തേക്ക് കയറി വരും. ഞാൻ അടുക്കള വാതിൽ വന്ന് അവർ അങ്ങോട്ടാക്കും കേട്ടോ. അപ്പം മീൻ കവർ കൊണ്ടുവരുമ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ ഒരു മണപ്പിക്കലുണ്ട്. മീനുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തുള്ളി ചാടിയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരിക. മീനുണ്ടെങ്കിൽ പൂച്ചകൾക്ക് മീൻ അത്രയ്ക്ക് ഇഷ്ടമല്ലേ, അത് കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അയിലയാണ്. ഇന്ന് അയിലത്തല എടുത്തിട്ട് കറി വയ്ക്കണം എന്നാണ് വിചാരിച്ചാണ്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് അധികം ഫുഡ് ഉണ്ടാവില്ല കേട്ടോ. തല കഴിച്ചിട്ട് അവരെ വിശപ്പ് മാറില്ല. ഞാനപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ, അതിൻ്റെ ചെറുചേമ്പുണ്ടല്ലോ, അത് ഒരു 1/2 കിലോ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാള ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചാള വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ ചാളയൊന്നും കിട്ടിയില്ല. പിന്നെ കൊഴുവയാണ് ഉണ്ടായിരുന്നത്. കൊഴുവ വറക്കാനും കുറേ ടൈം വേണം, നന്നാക്കാനും കുറേ ടൈം വേണം. അങ്ങനെ കൊഴുവ ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഈ ചെറുചേമ്പും ചാളയും കൂടി ഒരു ദിവസം കറി വയ്ക്കാട്ടോ. അടിപൊളിയാണ്. കറി വയ്ക്കാട്ടാന്ന് ഞാൻ പറയുന്നിടത്ത് കൂട്ടുകാർക്ക് തരുന്ന പോലെയാണ് അല്ലേ. അടുത്തൊക്കെ ആണെങ്കിൽ തരായിരുന്നു. അങ്ങനെ അതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്നതൊക്കെ എടുത്തു വെച്ചു. പിന്നെ മീൻ ചട്ടിയിലേക്കിട്ട് അതൊന്ന് ക്ലീനാക്കി എടുക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടപ്പോഴും കൂട്ടുകാർക്ക് വിശപ്പ് മാറാനുള്ളതില്ല. അപ്പം ഞാൻ കുറച്ചൊക്കെ കഷ്ണങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക, അതൊന്ന് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. വേവിച്ചെടുത്തിട്ട് പിന്നെ അവർക്ക് കുറച്ചധികം ചോറിട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ അവരുടെ വിശപ്പ് മാറി. അല്ലാണ്ട് മീൻ മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിശപ്പ് മാറില്ല. ഞാൻ വരുന്നവരെ കാത്തിരിക്കും കേട്ടോ. ആ ഒരു ഫുഡ് കഴിക്കാനായിട്ട് ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്ത് അത്ര ശരിയായില്ല. ഈ ഒരു മീൻ കറിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സൂപ്പർ റെസിപ്പി. അതുപോലെ തന്നെ ഈസി, വളരെ ഈസി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകല്ല ഉലുവിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഇട്ടുങ്ങാട്ട് പിന്നെ ഇഞ്ചി ഒരു കഷ്ണം നന്നായിട്ട് ചതച്ചിട്ട് ചെറുതായിട്ട് പിച്ചിട്ടു. കറിവേപ്പിലിട്ടു.
ഇതിട്ട് നന്നായി മൊരിഞ്ഞ് വരണം കേട്ടോ. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ആ മൊരിഞ്ഞ് വരുന്ന വരെ വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിട്ടുള്ള. നല്ല മുളക് പൊടി ഇട്ടുണ്ട്, എരിഞ്ഞിട്ട് നാക്കത്ത് വയ്ക്കാൻ പറ്റില്ല ഈ ഒരു മീൻ കറി എന്ന് പറയുന്നത്. മുളക് പൊടി മാത്രമേ ഇടണുള്ളൂ. ഈ ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല ഇതിൽ. ഇങ്ങനെ വയ്ക്കുന്ന രീതിയിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ബാക്കി കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് തിളപ്പിക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻകുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിറയെ മീനിട്ട് കുറച്ച് മീൻ കറി വയ്ക്കുമ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അല്ലേ. കുട്ടികൾക്കും ചേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. കുറച്ചുള്ളെങ്കിലും ആ കുറച്ച് കൂട്ടിയിട്ട് വയറ് നിറയെ ചോറിനാം. എന്താ പറയുക, ഒരു പറ ചോറുണ്ടാന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഈ ഒരു മീൻ കറി കേട്ടോ. വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയോളാം. നല്ല മുഴുത്ത വലിയ മീനുകൾ കിട്ടണം കേട്ടോ. ഇന്നത്തെ അയില എന്ന് പറയുന്നത് നല്ല വലുപ്പമുള്ള അയിലയാണ്. ഇപ്പോൾ വരുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ആ ശ്രീകൂട്ട് അവിടെ വന്നിട്ടുണ്ട്, അവനോട് വർത്താനം പറയണുണ്ട്, പിന്നെ ഇതാ മീൻ മറിച്ചിടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് ഒന്ന് കുറുതാവുക വേണ്ട, ഓവറായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. മീൻ വേവണം, അത്രയ്ക്കേ വേണ്ടോ. അപ്പോൾ അത് ആ മീനൊക്കെ വെന്ത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു പരിവായിട്ടം ഇത്തിരി കൂടി ഉപ്പ് പോരായിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇങ്ങനെയൊന്ന് കാട്ടുള്ള ചട്ടി എടുത്ത് പൊന്നിച്ച് ചുറ്റിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. കയ്യിൽ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീൻ മുഴുവൻ പൊടിഞ്ഞു പോവും. അപ്പോൾ അതിന് നിന്നില്ല, ഇങ്ങനെ ഇളക്കിയുള്ള ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കി. അതിൽ ഉപ്പ് കുറവ് തന്നെയായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് അങ്ങനെ നമ്മുടെ മീൻ കറി മൂടി വെച്ചു കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം തന്നെ ഉപയോഗിക്കുന്നേക്കാളും കുറച്ചധികം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നന്നായിട്ട് വെളിച്ചെണ്ണയുണ്ട്. ഇനി വെളിച്ചെണ്ണയും കൂടി ആവശ്യം അതിലില്ല. അപ്പോൾ അത് മൂടി വെച്ചു. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. അപ്പോഴേക്കും ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാനാണ് കേട്ടോ. ഞാനിതൊക്കെ വയ്ക്കുമ്പോൾ എല്ലാതും നിരത്തിയിട്ടാണ് വയ്ക്കുക. എന്താ വെച്ചാൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, വീഡിയോ ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ നിൽക്കണ്ടേ, അതിനിടയിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ അടുപ്പത്തിട്ടിട്ട് അടുക്കളയിൽ ഫുള്ള് സാധനങ്ങൾ അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി 1-2 പാത്രങ്ങൾ കൂടി കഴുകാനുള്ള ആ കത്തിയും പിന്നെ ചെറിയൊരു ഡെവറയും അങ്ങനത്തെയൊക്കെ തന്നെയുള്ള ബാക്കി എല്ലാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിലക്കണമെന്നും കൂടി വിചാരിച്ചതായിരുന്നു കേട്ടോ, സാധിച്ചില്ല. ഈ മീനുമ്മ പണിത് ഇരുന്നല്ലോ. പിന്നെ അത് കറി വയ്ക്കാനും വറുക്കാനൊക്കെ നിന്ന കാരണം കൊണ്ട് പിന്നെ നാളെ രാവിലെയോ വൈകുന്നേരമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. എത്ര പാത്രം കഴുകി വെച്ചാലും അതുപോലെ എത്ര പ്രാവശ്യം തുടച്ചാലും പിന്നെയും ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാൻ വരും അല്ലേ. അത് പാത്രങ്ങൾ കഴുകാനായാലും അലക്കാനായാലും വൃത്തിയാക്കാനായാലും ഒക്കെ അങ്ങനെ തന്നെ. ഇന്ന് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ വീണ്ടും എല്ലാതും പഴയ പടിയാവും, വീണ്ടും നമ്മൾ പണിയെടുക്കണം അല്ലേ. യാതൊരു രക്ഷയൊന്നുമില്ല, നമ്മുടെ വീടല്ലേ. അപ്പോൾ പിന്നെ നന്നായിട്ട് തന്നെ വൃത്തിയാക്കണ്ടേ. അത് ഇതാ വിളിച്ചെണ്ണ സ്യൂട്ടിനോട് അങ്ങോട്ട് എടുത്തേക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടേക്ക് ഒന്ന് തുടച്ചിട്ടും. അപ്പോൾ 2 ദിവസം മുന്നേ തന്നെ ഞാൻ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കിയതായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അന്ന് എന്തോ എഡിറ്റിങ് കൂടുതലായതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതായത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയുടെ അവസ്ഥ ഇതാണ്. അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഒരു കഷ്ണം ഒരു ഇത്തിരി ചാറും കിട്ടിയാൽ നമുക്ക് ഇഷ്ടം പോലെ ചോറിനാം. ഞാൻ അതാ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു തലഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തിലെ ഇങ്ങനെ ഈ തല കഴിച്ചതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ തലയുടെ ഉൾഭാഗമൊക്കെ ആ ചെകളൊക്കെ പൊളിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ഒന്ന് കമൻറ്റ് എഴുതാനും മറന്നു പോയില്ല എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ.